എന്ത് ചെലവായാലും സാരില്ല, അവന് ഒതുക്കണം. ഒതുക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒതുക്കണം. അത്രയ്ക്ക് ശല്യം അവനെ കൊണ്ട് ചേട്ടാ. അല്ല സാറേ, പക്ഷെ ഒരു കാര്യം, അവനെ കോടതി ശിക്ഷിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അവൻ എന്റെ കാലിൽ വീഴുന്നു, കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേന്ന് നിലവിളിച്ചുകൊണ്ട്. അതായത് ഞാൻ വിചാരിച്ചാലേ അവൻ കേസിൽ നിന്നും രക്ഷപ്പെടുള്ളൂ എന്ന് അവന് ബോധ്യമാവണം. അതൊക്കെ ശരി തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണ്ട. നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയിരുന്ന് സംസാരിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും കെട്ടിയെടുക്കും. എന്താ? അല്ല, എവിടെ വേണമെങ്കിലും പോവാന്ന് പറയായിരുന്നു സാറ്. ആ, പത്രോ സാറേ, ഞാനൊരു ആപത്തുപ്പെട്ടിരിക്കാം. സാർ എന്നെ രക്ഷിക്കണം. പത്രോസ് സാറോ? എന്താ ഒരു പുതിയ അഭിസംബോധനയൊക്കെ? മിസ്റ്റർ പത്രോസ് ഒക്കെ അല്ലേ സാറ് വിളിക്കാറുള്ളൂ. പത്രോ ചേട്ടൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. എന്താ, തന്നെ വല്ലവരും തൂക്കിക്കൊല്ലാൻ വിളിച്ചു? പുതിയ ആന്റി കറപ്ഷൻ CI എന്റെ വീട് പരിശോധിച്ച് കണക്കിൽപ്പെടാത്ത പലതും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ പാവം, ഒരുപാട് പോയോ ചേട്ടാ? പോയത് സാരല്ല. ഇനിയും ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ, സോറി. അല്ല, പോയത് പോട്ടെ, കേസ് ഉണ്ടാവാതിരുന്നാ മതി. അതിന് ഞാൻ എന്തു വേണം? ഈ CIയുടെ അമ്മായിയപ്പ സാറിന്റെ ഉറ്റ സുഹൃത്താണെന്ന് ഞാൻ അറിഞ്ഞു. സാറ് വിചാരിച്ച എന്നെ രക്ഷിക്കാൻ സാധിക്കും. ആളെനിക്ക് പരിചയമുണ്ട്. പക്ഷെ ഞാൻ ആ കൃഷ്ണനാരോട് പറഞ്ഞാൽ ആള് കേക്കോ സുബ്രഹ്മണി? കേക്കും സാർ. പക്ഷേ കാശ് കുറച്ചധികം ചെലവാകും. കാശിന്റെ കാര്യത്തില് കൃഷ്ണൻ നേരെ സ്വന്തവും ബന്ധവും നോക്കാറില്ല. അത് സാരില്ല, കാശല്ലേ പോവുള്ളൂ. വേണ്ടി വന്ന വീടോ പറമ്പോ എന്ത് വേണമെങ്കിലും വിൽക്കാൻ ഞാൻ തയ്യാറാണല്ലോ. പക്ഷെ കേസിൽ നിന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ രാജ. അല്ലേ അല്ലേ അല്ലേ? അതെ അതെ അതെ. രാജ, നാളെ സൈറ്റിൽ കോൺക്രീറ്റ് ആണ്. അതെ. അല്പം സിമെന്റും കമ്പിയൊക്കെ കുറഞ്ഞെന്ന് വരും. സാറൊന്ന് കണ്ണടച്ചേക്കണം. വേണ്ട, കുറച്ചു കാലത്തേക്ക് ഞാൻ സൈറ്റിലേക്ക് വരുന്നേ ഇല്ല. അത് മതി, പോരെ? മതി മതി. സുബ്രഹ്മണി, സാർ, എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി? നന്നായി.